2026 ഏപ്രിൽ 18 മുതൽ ഏപ്രിൽ 25 വരെ വാഷിംഗ്ടൺ DC-യിലെ ബൈബിൾ മ്യൂസിയത്തിൽ ഒരാഴ്ച നീണ്ടുനിന്ന പരിപാടിയാണ് അമേരിക്ക ബൈബിൾ വായിക്കുന്നു എന്നത്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിൾ തുടർച്ചയായി പരസ്യമായി വായിക്കുന്നതിനായി നൂറുകണക്കിന് നേതാക്കളെയും പങ്കാളികളെയും ഇത് ഒരുമിച്ചു കൊണ്ടുവന്നു. ബൈബിൾ വീക്ഷണകോണിൽ നിന്ന് ദൈവത്തിന്റെ വചനം പരസ്യമായും വിശ്വസ്തയോടെയും പ്രഖ്യാപിക്കാനുള്ള തിരുവെഴുത്തുകളുടെ നിലനിൽക്കുന്ന ആഹ്വാനത്തെ ഈ സമ്മേളനം പ്രതിഫലിപ്പിക്കുന്നു. ഞാൻ വരുവേളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കാൻ എന്ന് 1 തിമോത്തി 4:13 കാണുന്നതുപോലുള്ള ഭാഗങ്ങൾ പരിപാടിയുടെ ഉദ്ദേശ്യത്തെ പ്രതിധ്വനിപ്പിക്കുന്നു. ദൈവവചനം സമൂഹത്തിൽ കേൾക്കുകയും പങ്കിടുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. വിശ്വാസം പുതുക്കാനും ഹൃദയങ്ങളെ ദൈവത്തിന്റെ സത്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും ലക്ഷ്യമിട്ടുള്ള ഒരു ആത്മീയ പ്രസ്ഥാനമായിട്ടാണ് സംഘാടകർ ഈ സംരംഭത്തെ വിശേഷിപ്പിച്ചത്. പല വിശ്വാസികൾക്കും തിരുവെഴുത്ത് സ്വകാര്യമായി വായിക്കാൻ മാത്രമല്ല, ധൈര്യത്തോടെ പ്രഖ്യാപിക്കാനും വ്യക്തിപരമായ ജീവിതത്തെയും ഒരു രാഷ്ട്രത്തിന്റെ ധാർമ്മിക ദിശയെയും രൂപപ്പെടുത്താനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി ഇത് പ്രവർത്തിച്ചു.